പരിചയപ്പെടുത്താനാണ്. എൻ്റെ പേര് PJ ജോർജ്. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് ജിയോ ഏജൻസി കല്ലുമല മൂവായിരം. ഞങ്ങൾ കറവയന്ത്രമാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അത്യാവശ്യ സർവീസ് കൊടുക്കുന്നുണ്ട്, സ്പെയർ പാർട്സ് കൊടുക്കുന്നുണ്ട്. വളരെ സന്തോഷമുള്ള ഒരുപാട് 2000-ലധികം കസ്റ്റമേഴ്സ് ഈ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലായിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 600-ലധികം ആളുകൾ കംപ്രസറും കൂടി ഉപയോഗിച്ചിട്ട്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടും കൂടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹാൻഡ് പമ്പ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇത് പ്രവർത്തിപ്പിച്ചുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കംപ്രസർ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി സൗകര്യപ്രദമാണ്. അതുകൊണ്ട് കൂടുതൽ പശുക്കൾക്കുള്ളവരും കുറച്ചുകൂടി സൗകര്യമായിട്ട് ഉപയോഗിക്കണം എന്നാഗ്രഹിക്കുന്നവരും ഒക്കെ കംപ്രസറും കൂടി ഉപയോഗിക്കാറുണ്ട്. അപ്പം ആവശ്യത്തിന് എന്തെങ്കിലും അവർക്കൊരു സ്പെയർ പാർട്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കും. കൊറിയറിൽ അയച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ നിന്ന് തന്നെ കോഴിക്കോടിനും കണ്ണൂരിനും കേരളത്തിന്റെ പല ഭാഗത്തേക്കും ഒന്ന് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സിനോട് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ കൊറിയർ സർവീസ് വഴി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും. അതല്ല, ആർക്കെങ്കിലും അവർക്ക് സ്വന്തമായിട്ടത് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റാതെ വന്നാൽ ഇവിടെ വന്നാൽ ഞങ്ങളത് ശരിയാക്കി കൊടുക്കാറുണ്ട്. എന്ത് തരത്തിലുള്ള കേടായാലും ഒരു വിഷയമല്ല. അതുപോലെ തന്നെ എല്ലാ സ്പെയർ പാർട്സ്, ഏത് സ്പെയർ പാർട്സ് വേണമെങ്കിലും ഇവിടെ എപ്പോഴും കിട്ടുന്നു. എൻ്റെ വീട് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെയും എന്നുള്ള സർവീസ് ഉണ്ട്. അതായത് ഏത് സമയത്ത് വന്നാലും, ശരി വൈകുന്നേരം ആയിപ്പോയാലോ അല്ലെങ്കിൽ അവധി ദിവസമാണെങ്കിലും ഒക്കെ സ്പെയർ പാർട്സ് വാങ്ങേണ്ടവർക്ക് വന്ന് വാങ്ങിയിട്ട് പോകാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഫോൺ സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാം, പരസ്പരം അറിയാൻ പറ്റും. ഏതാണ്ട് സംതൃപ്തരായ 2000-ലധികം കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ സംതൃപ്തി നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്.
കറവ മെഷീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് താങ്കളുടെ പശുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ഇപ്പോൾ ഏതാണ്ട് 4 വർഷം 5 വർഷമാകും, 4നും 5നും ഇടയ്ക്ക് വെച്ച് ആകും ഈ മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ നമ്മുടെ പശുവിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഒരു പ്രശ്നങ്ങളും. കാര്യം എനിക്ക് സമയം, ഞാൻ ഡ്രൈവറും കൂടെയാണ്. അപ്പോൾ എനിക്ക് ഓട്ടവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് വന്ന് കറക്കുക, പശുവിന് അസുഖമില്ല, അകിടിന് കുരുക്കളുണ്ടാകത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്. പശുവിന് ഏറ്റവും നല്ലതാണ്. ഈ മെഷീൻ ഉപയോഗിച്ച് താങ്കൾക്ക് മുഴുവൻ പാലും കറന്നെടുക്കാൻ കഴിയും? തീർച്ചയായിട്ടും നമുക്ക് മൊത്തം പാലും കിട്ടും. പിന്നെ ഞാൻ മെഷീൻ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പമ്പ് വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മെഷീൻ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കുറെ കൂടെ കഴിയും. കറണ്ട് ഇല്ലാത്തപ്പോൾ നമുക്ക് പമ്പ് ഉപയോഗിക്കും. അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലതാണ്. സപ്പോസ് ഈ മെഷീൻ ഇപ്പോൾ കേട് വന്നാൽ താങ്കൾക്ക് സ്വന്തമായിട്ട് നന്നാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്കൊരു 95% വരെ നമുക്ക് ശരിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അതിനുള്ള കാര്യങ്ങളെ ഇതിന് വരുത്തുള്ളൂ, അതാണ് മെയിൻ. പിന്നെ നമുക്ക് ഏത് സമയം ഇതിൻ്റെ ഏജൻസി കല്ലുമലയാണ്, ജീജോ ഏജൻസി എന്ന് പറഞ്ഞ കല്ലുമലയാണ്. ഇല്ലെന്നുവരെ നമുക്ക് അങ്ങോട്ട് പോയാണെങ്കിലും ചെയ്യാൻ പറ്റും. തുച്ഛമായ കാര്യമാകത്തുള്ളൂ. ഞാൻ 5 വർഷം ഇത് ഉപയോഗിച്ചിട്ടും എനിക്ക് ഏതാണ്ട് 200 രൂപയ്ക്കകത്ത് ഇതിൻ്റെ ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടും നല്ലതല്ലേ, അപ്പോൾ അത് ലാഭം തന്നെയാണ്. ഈ മെഷീൻ ഇപ്പോൾ കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നന്നാക്കാൻ കഴിയുമെങ്കിലും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സുകൾ ലഭ്യമാണ്? തീർച്ചയായിട്ടും. കാര്യം നമുക്ക് എപ്പോൾ വേണേലും വാങ്ങിക്കത്തക്ക രീതിയിൽ സാധനങ്ങൾ സുലഭമായിട്ട് കിട്ടും. താങ്കൾ ഈ മെഷീൻ എവിടെ നിന്നാണ് വാങ്ങിയത്? ഞാൻ കല്ലുമല ജിയോ ഏജൻസിയിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഞാൻ വാങ്ങി ഇപ്പോൾ ഏതാണ്ട് 5 വർഷത്തോളം ആകുന്നെങ്കിൽ 7 പശുവിനെ വരെ രാവിലെയും വൈകിട്ടും ഞാൻ കറക്കാറുണ്ട്. അപ്പോൾ 7 പശുവിനെ കറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറവക്കൂലി തന്നെ ഒന്ന് കണക്ക് കൂട്ടി നോക്കി ഒരു മാസം എത്ര രൂപയാകും. ആ ഒരു മാസത്തെ പൈസ പോലും എനിക്ക് ആയിട്ടില്ല ഇതിന്. അപ്പോൾ അത്രത്തോളം എനിക്ക് ലാഭമാണ്. എൻ്റെ സമയം എൻ്റെ ഇഷ്ടമനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. കറവക്കാരനെ കാത്ത് ഞാൻ നിൽക്കേണ്ട, പശുവിന് അസുഖം ഉണ്ടാകത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇത് ഗുണമാണ്. ഈ മെഷീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് പൂർണ്ണ സംതൃപ്തനാണോ എന്ന് താങ്കൾക്ക് അഭിമാനത്തോട് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാര്യം ഞാനൊരു 10-22 വർഷം മുമ്പ് തന്നെ ഈ മെഷീൻ എന്നെ പശുവിനെ കറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മുതലേ ഞാനിത് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇത് ഇത്രയും അടുത്ത് സുലഭമായിട്ട് ഇത് കിട്ടിയപ്പോൾ എനിക്കത് വളരെ സന്തോഷമാണ്. ഞാൻ അദ്ദേഹത്തിനെ ഞാൻ ദൈവത്തെ പോലെ ഇപ്പോൾ കാണുന്നത്. കാര്യം അത്ര എളുപ്പത്തിലാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമ്മുടെ ആൾക്കാരെ അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി ഇത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ആൾക്കാരോട് പറയുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നുമുണ്ട്. കാര്യം അത്രയും ബുദ്ധിമുട്ട് ഒരു മനുഷ്യൻ ഒഴിവാകുന്നെങ്കിൽ അത്രയും നല്ലത് തന്നെ. അതുകൊണ്ട് വളരെ സന്തോഷം ചേട്ടാ, ഇത്രയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിലും ഇതിനെക്കുറിച്ച് അത്യാവശ്യം വേണ്ട നിർദ്ദേശങ്ങൾ തന്നതിലും വളരെയധികം സന്തോഷം.
നാളായി ഈ മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഒരു 3 വർഷമായി ഈ ഒരു 4-5 പശുവിനെ ഇത് വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചു. ഇപ്പം ലാസ്റ്റ് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഏത് പശുവിനെ കൊണ്ടുവന്നാലും ഞാനതിനെ മെഷീൻ ഉപയോഗിച്ചാണ്. ഓരോരുത്തർ പറയാത് മെഷീൻ പിടിപ്പിക്കാൻ ഒക്കുമോ, തട്ടിക്കളയെ പറ്റും. നമ്മൾ ഇച്ചിരി ക്ഷമ കാണിക്കണം. ക്ഷമ കാണിച്ച് അതിനോടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരേ രീതിയിലാണ്. സമയം എത്ര സമയം നമ്മൾ കൈകൊണ്ട് കറക്കുന്നതിന്റെ 1/3 സമയം 1/3 തന്നെ വേണ്ട. പാലിന്റെ അളവിൽ മെഷീൻ വെച്ച് കറക്കുമ്പോൾ പാലിന്റെ അളവിൽ വ്യത്യാസം വലുതായിട്ട് വരുന്നില്ല. എങ്കിൽ തന്നെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സംശയം തീർക്കാൻ വേണ്ടി കൈകൊണ്ട് കറക്കാം. ഏതിലാണ് കൂടുതൽ കിട്ടുന്നത്, മെഷീനിലാണോ ഈ കൈകൊണ്ട് കറക്കുന്നത്? മെഷീനിൽ അത് കൈകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. എങ്കിൽ തന്നെ മാക്സിമം പാല് മെഷീനിൽ കൂടെ കിട്ടും. കൊഴുപ്പിനോ എന്തെങ്കിലും? കൊഴുപ്പിനൊന്നും വ്യത്യാസമൊന്നുമില്ല. കാരണം ഞാനിത് മിൽമയിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ കൊടുക്കുന്ന ഇതിന്റെ റീഡിങ് കാണിക്കുന്നു. ഉണ്ണി വളരെ സംതൃപ്തനാണ് ഇതിനകത്ത്? തീർച്ചയായിട്ടും 100% സംതൃപ്തനാണ്. കാരണം ഈ മെഷീൻ ഉപയോഗിച്ച് കിടക്കുന്നു. പിന്നെ ഈ മെഷീൻ പിടിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ കറന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് പാലിങ് ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം. കുലുക്കുമല്ല, ഒന്ന് വലിക്കുക. കാമ്പ് മെഷീന്റെ ആ ട്യൂബ് ചെറുതായിട്ടൊന്ന് വലിക്കുമ്പോൾ പാല് കറക്റ്റായിട്ട് കിട്ടും. കാരണം ക്രാവ് തന്നെ കുടിക്കുന്ന വലിച്ചു കുടിക്കുക, അതിന്റെ ഒരു സിസ്റ്റമാണ്. ഇനി ഇത് മെഷീൻ വെച്ച് ഉപയോഗിക്കുന്ന കണ്ടിട്ട് വേറെ ആൾക്കാർ വന്നത്? പല ആൾക്കാരും വന്ന് ഇത് കണ്ട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഇത് നേരിൽ കാണുകയും ചെയ്തിട്ട് അവർ വന്ന് മേടിക്കുന്നുണ്ട്. അതെല്ലാം മേടിച്ചവരെല്ലാം ഇപ്പൊ അതുകൊണ്ടാണ് കറക്കുന്നത്, അതുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് സംശയം, ഇത് തട്ടിക്കളയാ എങ്ങനെയായത്. ഞാൻ ഈ മെഷീൻ കൊണ്ടുപോയി അവരുടെ പശുവിനെ കൊണ്ട് പിടിപ്പിച്ച് കറന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെയുള്ള സഹായം ചെയ്തിട്ടുണ്ട്. കാരണം ഈ കറവയ്ക്ക് ആളിനെ കിട്ടാൻ. ഉണ്ണി മെഷീൻ എവിടുന്നാണ് വാങ്ങിയത്? ഞാൻ നമ്മുടെ കല്ലുമല തെക്കേ ജംഗ്ഷനിൽ നിന്ന് സ്വല്പം തെക്കൂട്ടി ചെല്ലുമ്പോൾ ജിയോ ഏജൻസി എന്ന് പറഞ്ഞു കടയുണ്ട്. ആ അച്ചായൻ്റെ നിന്നാണ് സാധനം വാങ്ങിയത്. അപ്പൊ ഈ സംശയമുള്ളവർക്ക് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ഉണ്ണി വന്ന് എല്ലാം? തീർച്ചയായിട്ടും അവിടെ ചെല്ലുന്നതിന് മുമ്പേ ഇവിടെ വന്ന് നോക്കി കണ്ടിട്ടാണ് പോകുന്നത്. കണ്ടിട്ട് ഞാൻ പോയി അവരുടെ പശുവിന്റെ ഇത് വെച്ച് കറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ പോയി അവിടുന്ന് സാധനം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പലരും എന്റെ ജോഗ്രഫിൽ തന്നെ ഒരു 5-6 പേരെങ്കിലും ഈ ലൊക്കാലിറ്റിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ ജിയാച്ചായന്റെ സഹകരണവും അതേപോലെ തന്നെ. ഇതിന്റെ പാഡ്സ് എല്ലാം അവിടെ കിട്ടുകയും ചെയ്യും. അല്ല, എന്തെങ്കിലും മെയിൻ്റെനൻസ് നമുക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ? ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അവിടെ ചെന്ന് പറഞ്ഞാൽ അച്ഛനത് ശരിയാക്കി തരുന്നുണ്ട്. ഇത്ര നല്ല സഹകരണമാണ്. പിന്നെ കംപ്രസർ വെച്ച് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അവിടെ കംപ്രസറും ഉണ്ട്. രണ്ട് രീതിയിലുള്ള കംപ്രസർ ഉണ്ടെന്നാണ്. എന്തായാലും ഒരെണ്ണം കംപ്രസറും മേടിക്കണമെന്ന് ഇതുകൊണ്ട് ഇപ്പൊ സംതൃപ്തനാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കംപ്രസർ നോക്കാഞ്ഞത്. കാരണം നമുക്കൊരു 5 മിനിറ്റ് സമയം 5 മിനിറ്റ് പോലും എടുക്കുന്നില്ല. ഇതിപ്പോ ഇതാണെങ്കിൽ ഒരു 9 ലിറ്റർ പാലുണ്ടായിരുന്നു പ്രസവിച്ചിട്ട്. അതൊക്കെ വെറും 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. ശരി, വളരെ സന്തോഷം. ആയിക്കോട്ടെ. ആദ്യമായിട്ട് ഞാൻ ഈ ഉപകരണം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതൊരു കറവ യന്ത്രമാണ്. നമുക്ക് കറവക്കാരുടെ സഹായം ഇല്ലാതെ നമുക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയും. ഒരു ഹാൻഡ് പമ്പും അതിനുള്ള പാല് വന്ന് വീഴാനുള്ള പാത്രവും അകടിയിൽ പിടിപ്പിക്കാനുള്ള സെറ്റും ഇത്രയും ആണ് ഇതിനകത്തുള്ളത്. ഇപ്പം ഞങ്ങളുടെ ഈ ഏജൻസി ജിയോ ഏജൻസി കല്ലുമലയുള്ള ഏജൻസിയാണ്. നമ്മുടെ ഈ മെഷീനിലെ മിക്കവാറും ഭാഗങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഏതാണ്ട് ഒരു 14 കൊല്ലമായിട്ട് ഇത് പ്രചാരത്തിലുള്ളതാണ്. നമ്മളിവിടെ 10 കൊല്ലമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്.
വളരെയധികം ആയിരക്കണക്കിന് ആളുകൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മിക്ക ആളുകളും വളരെ സംതൃപ്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ നമുക്ക് പുറകെ കാണാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്ന പലതും ഞങ്ങൾ വേറെ ചിത്രീകരിച്ചിട്ടുണ്ട്, കാണിക്കാം. ഇപ്പൊ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇത് ഉപയോഗിക്കുന്ന രീതിയാണ്. അപ്പം ഒന്ന് ഇതിന്റെ പമ്പ്, ഇതിന് ടീത്ത് കപ്പ് സെറ്റ് എന്ന് പറയും. ഇത് നമ്മൾ പശുവിന്റെ അകടിലേക്ക് വെക്കാനുള്ള, കാമ്പിലേക്ക് വെക്കാനുള്ള ഭാഗമാണ്. ഇത് പാൽപാത്രം, പാൽ ക്യാൻ. അപ്പൊ ഇത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് വാക്വത്തിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. അപ്പൊ വാക്വം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പമ്പ് വേണം, ഒരു സിസ്റ്റം വേണം. അതിനായിട്ട് നമ്മൾ ഒരു എയർ ടൈറ്റ് ഏരിയയിൽ നിന്ന് മാത്രമേ നമുക്ക് വാക്വം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പാത്രം നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ചു. അതിനുശേഷം ഈ പമ്പിന്റെ കണക്ഷൻ ഇതിൽ പിടിപ്പിക്കുന്നു. ഈ ടീത്ത് കപ്പ് സെറ്റിന്റെ വാൽവുകൾ ഇതിങ്ങനെ ഇപ്പൊ തുറന്നാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ അടയ്ക്കുന്നു. നാല് വാൽവ് നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇതിന്റെ സൈഡിൽ ഒരു വാൽവ് ഇരിപ്പുണ്ട്. അത് സാധാരണ നമ്മൾ ഒരു ഓപ്പറേഷനും ഇല്ലാതെ അനക്കാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നോൺ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പുറകെ പറഞ്ഞോളാം. ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ വാക്വം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഇപ്പൊ പൈപ്പെല്ലാം പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വാക്വം ചെയ്യണം. വാക്വം ചെയ്യാൻ വേണ്ടി ഈ പമ്പില് ബേസിൽ നന്നായിട്ട് ചവിട്ടി പിടിച്ചിട്ട് ഇങ്ങനെ, വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. കുറഞ്ഞത് ഒരു 25 പ്രാവശ്യം നമ്മളിങ്ങനെ പമ്പ് ചെയ്യുക. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാത്രത്തിനകത്തുള്ള വായു ഈ പമ്പ് വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പാത്രം വാക്വം ആവുന്നു. നമ്മളിപ്പോ വാക്വം ചെയ്തു കഴിഞ്ഞു. ഇവിടെ നമുക്കിപ്പോ പശു ഇല്ലാത്തത് കൊണ്ട് ഈ സാറിന്റെ കയ്യില് നമുക്ക് കൈവിരൽ ഒരു കാമ്പായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഈ കായ് കാണിച്ചിട്ട് നമ്മൾ ഈ കാമ്പ് പിടിച്ചു വെക്കുന്ന രീതിയായിരുന്നു. കാമ്പ് ഇങ്ങനെ ഈ ടീത്ത് കപ്പിലോട്ട് ഇങ്ങനെ പതുക്കെ കുറച്ച് ഭാഗം പിടിച്ചു വെച്ചാൽ മതി. അതിനുശേഷം ഈ വാൽവ് വളരെ സാവധാനം തുറക്കുന്നു. തുറന്നു കഴിയുമ്പോൾ കാമ്പ് ഈ ടീത്ത് കപ്പിനകത്തേക്ക് പോയി അവിടെ ഉറച്ചിരിക്കുക. അടുത്ത കാമ്പിലേക്ക് നമ്മൾ പോവുക. അടുത്ത കാമ്പും കൂടെ വെക്കാൻ പോവുകയാണ്. ഇങ്ങനെ അടുത്ത കാമ്പ് ഇങ്ങനെ വെക്കാം. ഇതെല്ലാം നമ്മൾ തുടക്കത്തിൽ ആദ്യമായിട്ട് ശീലിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. 2 കാമ്പും വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ 3ാമത്തെ കാമ്പും 4ാമത്തെ കാമ്പിലും ടീത്ത് കപ്പ് വയ്ക്കാം, കാമ്പ് വയ്ക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് വാക്വമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഉദ്ദേശത്തില് നമ്മൾ കുറച്ച് അല്പം കൂടെ വാക്വം കൊടുക്കുക. ഈ പമ്പ് വീണ്ടും ഒരു 6-7 പ്രാവശ്യം കൂടി പമ്പ് ചെയ്തു. പമ്പ് ചെയ്ത് വാക്വം പ്രഷർ കൂട്ടിയിട്ട് സാധാരണ പാൽ വരേണ്ടതാണ്. ഇപ്പം പിന്നെ പശുവിന്റെ ഭയം കൊണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രമേ പാൽ വരാതിരിക്കത്തുള്ളൂ. അങ്ങനെ പാൽ വരാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്തു. ഇപ്പൊ ഈ ടീത്ത് കപ്പിനകത്ത് കാമ്പ് കിടപ്പുണ്ട്. നമ്മൾ കൈ പുറത്ത് കൊണ്ടുപോയി ഈ കൈവെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കറക്കുന്നത് പോലത്തെ ഒരു ഫീല് പശുവിന് കിട്ടാൻ. ഈ സമയത്ത് തന്നെ ഇതൊന്ന് അല്പം താഴോട്ട് വലിക്കുന്ന, കുട്ടി കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വലിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം കുറേശ്ശെ പാല് വന്നുകൊണ്ടിരിക്കും. പാലിന്റെ വരവ് അനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ പമ്പ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. കുറച്ച് പാല് വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒന്നുകൂടെയൊക്കെ പമ്പ് ചെയ്ത് കൊടുക്കണം, ഇടയ്ക്ക് പമ്പ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ എപ്പോഴും നമുക്ക് പമ്പ് ചെയ്തിരിക്കുന്നതിന്റെ ആവശ്യമില്ല. ഇനി പാൽ കുറഞ്ഞു കഴിയുമ്പോൾ, പാല് കുറച്ച് പോന്നു കഴിയുമ്പോൾ കുറയും. ഇപ്പൊ കാമ്പിന്റെ വണ്ണം കുറയും. കാമ്പിന്റെ വണ്ണം കുറയുന്ന മൂലം ഇവിടെ ഈ കപ്പിനും കാമ്പിനും ഇടയിൽ ഒരു വിടവുണ്ടാവും. ഈ പാത്രത്തിനകത്ത് വാക്വം ആയതുകൊണ്ട് ഈ വിടവിൽ കൂടെ എയർ അകത്തോട്ട് വലിച്ചു കഴിയും. ഇങ്ങനെ ഒരു ശബ്ദം തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത് ആ വാൽവ് അടയ്ക്കുക. ആ ശബ്ദം ഉണ്ടാക്കിയ കാമ്പിന്റെ വാൽവ് അടയ്ക്കുക. അങ്ങനെ അടയ്ക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം താഴെ വീണ് പോകും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അത് അടച്ചു വെച്ചു. കാമ്പ് അവിടെ വെറുതെ കിടക്കുകയാണ്. അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന അടച്ചിട്ട് വീണ്ടും നമ്മളിവിടെ പമ്പ് ചെയ്യുന്നു. കുറച്ചുകൂടെ പമ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വണ്ണം കുറഞ്ഞത് പോയത് കൊണ്ടാണ് പിന്നെ ഈ നമുക്ക്
ഇവിടെ ഒരു ശബ്ദം ഉണ്ടായതും ഇത് പാല് മുഴുവൻ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ വണ്ണമുള്ള ഭാഗം നോക്കി നമ്മൾ വെക്കുക എന്ന് വെച്ചാൽ അകിടിലേക്ക് ഇത് കുറച്ചുകൂടെ കയറ്റി വയ്ക്കും. നന്നായിട്ട് കയറ്റി വെച്ചിട്ട് വീണ്ടും തുറന്നു ഇപ്പൊ പിടിച്ചു. ഈ സമയത്തും നമുക്കിങ്ങനെ കൈവെള്ളം ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം പാല് കുറയുന്നതനുസരിച്ചിട്ട് പിന്നെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ ആ വാൽവ്, അതിന്റെ ശബ്ദം ഉണ്ടാക്കുന്ന കാമ്പിന്റെ വാൽവ് അടയ്ക്കും. അങ്ങനെ അടച്ചടച്ച് വന്നു പാല് തീർന്നു എന്ന് കാണുമ്പോൾ പോയൊന്നുമില്ല, ശബ്ദമാണ്, കാമ്പെല്ലാം ലൂസായി എന്ന് തോന്നുമ്പോൾ നമുക്ക് ഈ ട്യൂബ് അങ്ങ് ഊരിയാൽ മതി. അതിനുശേഷം ഇതിങ്ങനെ കാമ്പിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു. ഇതാണിത് ചെയ്യണമെന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന രീതി. പക്ഷേ ഇപ്പോ ചെയ്യുന്ന ആളുകളുടെ സൗകര്യാർത്ഥം അവരൊരു ചെറിയ ചെറിയ വ്യത്യാസത്തിലൂടെയൊക്കെ ചെയ്യും. ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. വെച്ച് കറക്കുമ്പോൾ പശുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? പശുവിന് എന്തെങ്കിലും വെള്ളിച്ചയോ എന്തെങ്കിലും സാധാരണ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു പരിചയപ്പെടുന്ന ലക്ഷണമൊക്കെ പശു കാണിച്ചെന്ന് വരാം. പക്ഷെ അത് ഭയം കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഭയം മാറ്റാൻ ആവശ്യമായ കാര്യം വെച്ചാൽ എന്ന് വെച്ചാൽ ഇത് കുറേയേറെ നേരം പശുവിന്റെ അടുത്ത് വെറുതെ വെച്ച് കാണട്ടെ. പശു കാണുന്നതോടൊപ്പം തന്നെ ഇതിന്റെ സ്മെല്ലൊക്കെ അതിന്റെ മെമ്മറിയിലോട്ട് ചെല്ലും. അപ്പൊ പിന്നെ അതിന്റെ കുറച്ചുകൂടെ ഒരു പരിചയം വരും. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, പരിചയമില്ലാത്തവരാരും പശുവിനോട് വരാതിരിക്കുക. അപ്പൊ അത് പരിചയമില്ലാത്തവരെ കാണുമ്പോഴാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഉത്കണ്ഠ കൊണ്ടുള്ള ഭയമാണ്. ആ ഭയം കൊണ്ടാണ് കറവ ഇത് ഉപയോഗിക്കാൻ പശു വിസമ്മതിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കുറച്ചേറെ നേരം പശുവിൻ്റെ അടുത്ത് വെച്ചേക്കുന്നു. പിന്നെ നമ്മൾ ഇത് വെറുതെ ഈ ഭാവമൊക്കെ അതിന്റെ ദേഹത്തൊക്കെ ഇങ്ങനെ ഒന്ന് പതുക്കെ തട്ടുകയൊക്കെ ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ശബ്ദം ഉണ്ടാക്കുന്നു. ചെറിയ തോതിൽ അതിന് തീറ്റ ഇട്ട് കൊടുക്കുന്നു. ശകലം നമ്മളിപ്പോൾ ഒരു 4:30ക്കാണ് കറന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു 15 മിനിറ്റോടെ കഴിഞ്ഞ് കറന്നാണ്. ഇപ്പൊ ഒന്നുകൂടെ പശുവിന്റെയും കൂടെ ഒരു ആവശ്യമായിട്ട് മാറും കറവ. രണ്ടാമത് ചുരുക്കം പറയാൻ പശുവിനെ ഇതൊന്നും പരിചയപ്പെടുത്തും. ചില വിശന്നൊക്കെ നിന്നിട്ട് നമ്മൾ അല്പം തീറ്റയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ തീറ്റ തിന്നുന്ന ശ്രദ്ധയിൽ നമുക്കിത് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് ആ ഭയം മാറ്റിയെടുക്കാം. അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1-2 ദിവസം കൊണ്ട് മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സ്ഥിരമായി പശു വളരെ ഏതാണ്ട് ഒരു 95% പശുവിന് പ്രശ്നമൊന്നുമില്ല. ഏത് കാര്യത്തിനുണ്ടല്ലോ ഒരു ഇങ്ങനെയുള്ളൊരു തടസ്സം. അങ്ങനെ ചിലപ്പോൾ വന്നേക്കാം ചില പശുക്കൾക്കെന്നല്ലാതെ സാധാരണ പശുക്കൾക്കൊന്നും പ്രശ്നമില്ല. ഇതിന് എന്തെങ്കിലും കേടുപാടുകൾ പമ്പിനോ? നല്ല ചോദ്യമാണ്. കേടുപാടുകൾ എന്ന് വെച്ചാല് വരാം. ഏത് സാധനവും കേടാകുന്നത് പോലെ തന്നെ ഇതും കേടാവും. ഇതിന്റെ കേടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനൊരു കേട് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കണ്ടപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഭാഗമാണ് കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പതിവ് പോലെ കറക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഇന്നലെ രാവിലെ നമ്മൾ നന്നായിട്ട് കറന്നതാണ്, വൈകിട്ട് നമുക്ക് കറക്കാൻ പറ്റുന്നില്ല. എന്താണ് കേടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, കറക്കാൻ പറ്റുന്നില്ല, കാമ്പയിൽ വെച്ചിട്ടിരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഞാനിപ്പം അതിനെ കാണിച്ചത് അതിനെന്താ സംഭവിക്കുന്നതെന്ന് കാണിച്ചത് വിട്ട് നമ്മളിവിടെ വെച്ചിട്ട് പമ്പ് ചെയ്തിട്ട് പതിവ് പോലെ വൈകുന്നേരത്തെ കറവ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്, തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ നമുക്കത് വിജയകരമായി ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം. അത് എന്തുകൊണ്ടുണ്ടാകുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നേരത്തെ പോലെ വിരലൊന്ന് കാണിച്ചാൽ, നേരത്തെ നമ്മൾ ഈ വിരൽ വെച്ചപ്പോൾ നന്നായിട്ട് പിടിച്ചു. ഇപ്പോ പിടുത്തത്തിന് വളരെ വ്യത്യാസം. എന്ത് പറയുന്നു? ഇപ്പം പഴയതുപോലെ പ്രഷറുണ്ടോ? വാക്കുണ്ടോ? ശക്തിയില്ല. അപ്പൊ ഇത്രയും പ്രഷർ പോരാ കറക്കാൻ. ഈ പ്രഷറിൽ കറവ് നടക്കില്ല. ചുരുക്കത്തിൽ ഇതിനകത്തൊരു ലീക്ക് ഉണ്ടായിട്ട് വാക്വം ലോസ് ഉണ്ടായി, വാക്വം ലീക്കായി പോയി, നമുക്ക് പ്രഷറില്ല, കറവേ നടക്കത്തില്ല. അപ്പൊ അതിന്റെ കാരണം എന്താന്ന് നമുക്ക് നോക്കാം. കാരണം ഇവിടെയാണ്. ഈ ഭാഗത്ത് ഞാനത് കുറച്ച് ലൂസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം നമ്മൾ പമ്പ് ചെയ്തപ്പോ ഇതുവഴി എയർ അകത്തോട്ട് കയറി. എയർ അകത്തോട്ട് കയറിയത് മൂലം വാക്വം കിട്ടാതെ പോയി. അപ്പൊ ഇപ്പോൾ ഇതിപ്പോ ഞാൻ കാണിക്കാനുള്ള സൗകര്യത്തിന് ഇവിടെ തുറന്നു വെച്ചതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഒരു പൊട്ടലുണ്ടായി, ഈ ജോയിന്റ്സിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ ഇത് തന്നെ സംഭവിക്കും. നമുക്കതിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്കിത് എന്താണ് സംഭവിച്ചതെന്ന്, എവിടെയാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കാനൊരു എളുപ്പ വിദ്യയുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഈ വാൽവുകളെല്ലാം അടച്ചു വയ്ക്കുന്നു.
നേരത്തെ ഞാൻ ഇവിടെ ഒരു ഭാഗം ചെറുതായിട്ട് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അത് തുറന്നിരിക്കുക. എന്നിട്ട് ബക്കറ്റിലെ വെള്ളത്തിലോട്ട് വെച്ച്, നമുക്കൊക്കെ പരിചയമുള്ള കാര്യമായി പഞ്ചർ നോക്കുന്നതെന്ന് പറയും, അതുപോലെ ഇങ്ങനെ വെള്ളത്തിലോട്ട് വെച്ചിട്ട് വെള്ളത്തിലോട്ട് ഇപ്പം നോക്കിയാൽ കാണാം ആ പൊട്ടലുള്ള ഭാഗത്തൂടെ അല്ലെങ്കിൽ തുറന്നിരുന്ന ഭാഗത്തൂടെ കുമിള വരുന്നത് കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഈ വലിയ പൈപ്പിന്റെ, ഈ മിൽക്ക് പൈപ്പിന്റെ ഈ അറ്റത്തൂടെ അകവശത്തൂടെ അങ്ങോട്ട് ഊതുക. ഉണ്ടോ? അപ്പൊ നമ്മളിപ്പോ ഇവിടെ ലീക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഊതിയ കാറ്റ് അതുവഴി പുറത്തു കാണും. അല്ലെങ്കിൽ പൊട്ടിയിരുന്നാലും അല്ലെങ്കിൽ തുറന്നിരുന്നാലും ഒക്കെ ഇത് സംഭവിക്കും. ഇപ്പൊ നോക്കിയാട്ടെ, ഇപ്പൊ പ്രശ്നമില്ല. ഇങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും പമ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ വാൽവുകളെല്ലാം അടഞ്ഞിരിക്കുന്നു ഉറപ്പുവരുത്തും. പൊട്ടലൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ നമുക്ക് നേരത്തെ കറക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല, പ്രഷർ കിട്ടുന്നില്ല. നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം, ഒരു ലീക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പം മാർഗം ഇതാണ്. ഈ രീതി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ നമ്മളെല്ലാം ഭാഗവും നോക്കുക. ഇപ്പൊ ഇന്നും ലീക്കില്ല. അവിടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ അടച്ചപ്പോൾ മാറി. ഇനി അവിടെ അല്ല, വേറൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെയാണെന്ന് കരുതുക, ഇതിങ്ങനെ പിടിച്ചിട്ട് ഊരിയെടുത്തിട്ട് ഇങ്ങനെയെല്ലാം നമുക്ക് ഊരിയെടുക്കാവുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം ഇങ്ങനെ അഴിച്ചെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ വെള്ളത്തിൽ വെച്ച് നോക്കി ലീക്കിന്റെ സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ച ഒരു സ്ഥലം ഇതാണെന്ന് വിചാരിക്കുക. ഇവിടെയായിരുന്നു ലീക്ക്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലിപ്പ് ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് മാറ്റി പുറകോട്ട് കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ ഒരിക്കലും ഈ ഇരിക്കുന്ന അവസ്ഥയിൽ ഇത് വലിച്ച് ബലമായിട്ട് ഊരരുത്. കാരണം ഇത് കുറച്ച് ഹാർഡായിട്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ബലമായിട്ട് ഊരുമ്പോൾ ഇപ്പോഴത്തെ എന്തെങ്കിലും കേട് സംഭവിച്ചു പോയെങ്കിലോ, പോണമെന്നില്ല, പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഈ പാത്രത്തില് ഈ ഗ്ലാസ്സിനകത്ത് നല്ല ചൂടുവെള്ളം എന്ന് വിചാരിക്കുക. ഈ ചൂടുവെള്ളത്തിലോട്ട് ഇങ്ങനെ മുക്കണം. അങ്ങനെ മുക്കി കഴിയുമ്പോൾ പൈപ്പ് ഈ ചൂടുവെള്ളത്തിന്റെ ചൂട് കൊണ്ട് അതങ്ങ് ചൂടാവും, ഫ്ലെക്സിബിൾ ആവുമെന്ന് അർത്ഥം. അപ്പൊ പെട്ടെന്ന് ഊരിയെടുക്കും. ഇപ്പം നമ്മൾ ഊരിയെടുക്കും. ഇനി നമ്മളിത് മാറ്റുക, വേറൊരു പീസ് വയ്ക്കുക. അപ്പൊ നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോഴും മറക്കാതെ ഈ പൈപ്പിന്റെ അറ്റം കണ്ടാൽ ഇപ്പം മനസ്സിലാവും ഇതിന് കുറച്ച് വാവട്ടം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇത് നല്ല ചൂടുവെള്ളത്തിൽ മുക്കണം. മുക്കിയിട്ട് നന്നായിട്ട് ഫ്ലെക്സിബിൾ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ വാൽവ് തിരിച്ചു വെക്കേണ്ടത്. അപ്പം നല്ല ടൈറ്റ് ആയിട്ടിരിക്കും, എയർ ടൈറ്റ് ആയിട്ടിരിക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതും വീണ്ടും ക്ലിപ്പ് ടൈറ്റ് ചെയ്യും. ഈ രീതിയിൽ നമുക്കിതിന്റെ ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കംപ്ലൈന്റ് എന്ന് പറയാവുന്നത്. ഇതല്ലാതെ വേറെ കംപ്ലൈന്റ് ഒന്നും ഇതിനകത്ത് വരാനില്ല. നമുക്ക് തന്നെ ആർക്കും ഒരു മിനിറ്റ് കൊണ്ട് കണ്ടുപിടിച്ച് 5 മിനിറ്റ് കൊണ്ട് ശരിയാക്കാവുന്ന തരത്തിലുള്ള കേടുപാടുകളെ ഇതിനുള്ളൂ. വലിയ ടെക്നോളജി ഒന്നും ഇതിനകത്തില്ല. ഏത് സാധാരണക്കാർക്കും ചെയ്യാവുന്ന കാര്യങ്ങളേ. പിന്നെ ഇനി ഇത് നമുക്ക് തിരിച്ചു വയ്ക്കാം. തിരിച്ചു വയ്ക്കാനായിട്ട് വെച്ചാട്ടെ, തന്നെ വെച്ചു. അവിടെ കൈവെള്ളം വെച്ചിട്ട് ഈ വാഷർ അതിനകത്തിട്ട് ഇങ്ങനെ തിരിച്ചു കയറ്റും. മതിയോ? ഒരു ജെന്റിൽ ന്യായമായിട്ട് നോക്കാൻ മതിയോ? സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ ആണ് എങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നോക്കി നോക്കാം. അവിടെ ചോരാതെ കാറ്റ് മുഴുവൻ ഇങ്ങോട്ട് പോരണം. ഉണ്ടോ? അപ്പൊ പോരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നതിന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അപ്പം ഓക്കെയാണ്, കുഴപ്പമില്ല. നമ്മൾ പമ്പിനെ പറ്റിയാണ് ഇനി പറയുന്നത്. പമ്പിന് എന്തെങ്കിലും കേട് പറ്റിയാലും നമ്മുടെ ഈ പ്രവർത്തനം നടക്കത്തില്ല. അങ്ങനെ ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമല്ല ഈ കാണിക്കും. നമ്മളിങ്ങനെ തള്ളവിരലുകൊണ്ട് ഇത് അടച്ചു പിടിച്ചിട്ട് നന്നായിട്ട് ചവിട്ടി പിടിച്ച് ഇങ്ങനെ ഒന്ന് പമ്പ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ തള്ളവിരലിൽ ഈ പൈപ്പ് ഇങ്ങനെ പരസഹായം ഇല്ലാതെ ഒട്ടിപ്പിടിച്ചോണ്ടിരിക്കണം.
ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പമ്പിന് കേടുന്നു. അപ്പം ഇങ്ങനെ ഇരിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയാണ് നോക്കേണ്ടത്? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത്, ഇതിന്റെ സിലിണ്ടർ പമ്പ്, ഇതൊരു വാട്ടർ ഗാർഡ് എന്ന് പറയും ഇതിന്. മറ്റൊന്ന് ഇത് നോൺ റിട്ടേൺ വാൽവ്, വൺ വേ വാൽവ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പാത്രത്തിലുള്ള വായുവിനെ ഈ പമ്പ് ചെയ്യുന്നത് വഴി പുറത്തേക്ക് വലിച്ചു കളയുക. ഇങ്ങനെ വലിച്ചു കളയുന്ന എയർ തിരിച്ചു പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ വാൽവ് വെച്ചിരിക്കുന്നത്. അപ്പം അതൊന്നുകൂടെ വിശദീകരിച്ചാല്, കൈയൊന്നുമില്ല. ഇപ്പൊ കാറ്റങ്ങോട്ട് വരുന്നുണ്ട്, ഇപ്പോഴോ വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇതിനിടയ്ക്ക് ഒരു നോൺ റിട്ടേൺ വാൽവ് ഇരിക്കുന്നത് കൊണ്ടാണ് കാറ്റ് തിരിച്ചു വരരുത്. വന്നാലേ പാക്കും പോവും, നമ്മുടെ പ്രവർത്തനം നടക്കത്തില്ല. അപ്പൊ ഈ നോൺ റിട്ടേൺ വാൽവിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. ആ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാല്, ഒന്നുകിൽ നമ്മളെ ഈ പാത്രത്തിൽ നിന്ന് പാലോ അല്ലെങ്കിൽ കഴുകിയപ്പോ വെള്ളമോ എന്തെങ്കിലും കയറി വന്ന് ഇതിനകത്തോട്ട് കടന്നു വന്നെങ്കിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വരത്തില്ല. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ വന്നാൽ ഈ വാട്ടർ ഗാർഡിലോട്ടായിരിക്കും ആദ്യം വരുന്നത്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ചരിച്ചു വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അഴിച്ച് അതിനകത്ത് വന്നിരിക്കുന്ന വെള്ളം കളയും. തിരിച്ചും അതുപോലെ തന്നെ സൂക്ഷിച്ച് അടയ്ക്കേണ്ടത്. അപ്പം നമ്മൾ വാട്ടർ ഗാർഡും കഴിഞ്ഞ് അതങ്ങ് നിറഞ്ഞു വന്നിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ ആ വെള്ളം ഈ വൺ വേ വാൽവിലോട്ട് കടന്നു. എന്നുവെച്ചാൽ ഇത് നിറഞ്ഞിട്ട് ഇതുവഴി ഈ വൺ വേ വാൽവിലോട്ട് എത്തുന്നു. വൺ വേ വാൽവിലോട്ട് വെള്ളം എത്തുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഞാനൊന്ന് അടിച്ച് കാണിക്കാം. നോക്കൂ, ഇത് 2 പീസാണ്. ഇങ്ങനെ അടിക്കാം. പിന്നെ ഇടത്തോട്ട് അടിച്ച് നോക്കുമ്പോൾ ഇതിനകത്തൊരു വാഷറും ഒരു വെയിറ്റും കാണാം. കണ്ടോ? ഈ ഹോളിന്, ഈ വാൽവിന്റെ ഈ ഹോളിനെ അടയ്ക്കാനാണ് ഈ വാഷർ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് അടഞ്ഞിരിക്കാനാണ് ഈ വെയിറ്റ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ സംഭവിച്ചത്, വെള്ളം കയറിയിട്ട് ഈ വാഷർ നനഞ്ഞ് ഇതിങ്ങനെ ആക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വലുതായി കൂടി എന്നുള്ളൊരവസ്ഥയാണ്. അപ്പൊ നമുക്കിത് റീപ്ലേസ് ചെയ്യാം. ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പാർട്സ് തരുന്ന കൂട്ടത്തിൽ ഇതുകൊണ്ട് അത് ഇങ്ങോട്ട് എടുത്തിട്ടിട്ട് ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. ഇത് ഉണങ്ങുമ്പോൾ വീണ്ടും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും ഇതിന്റെ പ്രവർത്തനം അകത്ത് നടക്കുന്നത് ഇങ്ങനെയാണ്. കണ്ട, ഇങ്ങനെ നമ്മൾ പമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ തൂങ്ങിക്കൊടുക്കും. ഇല്ലാത്ത പാടില്ല. ഇതിന്റെ വെയിറ്റ് കൊണ്ട് നന്നായിട്ട് അടഞ്ഞിരിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷെ വെള്ളം കയറിപ്പോയി, എന്തെങ്കിലും അഴുക്ക് കയറിപ്പോയാൽ ചിലപ്പോൾ ഈ പ്രശ്നം വരാം. അപ്പൊ അത് ദൈനംദിനം വരുന്ന കാര്യങ്ങളൊന്നുമല്ല, എപ്പോഴെങ്കിലുമൊക്കെ വന്നേക്കാം. അപ്പോൾ ഇത് ഓർത്തിരുന്നില്ലെങ്കിലും പ്രശ്നമില്ല, എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി, ഞാനത് വിശദീകരിച്ച് പറഞ്ഞു തരും. അപ്പൊ തന്നെ അവരവർക്ക് തന്നെ ചെയ്തു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ പമ്പ് പൊതുവെ നമ്മളിങ്ങനെ നോക്കി, ഇങ്ങനെ കൈവച്ച് നോക്കിയാൽ നല്ല പമ്പാണെങ്കിൽ ഇവിടെ നല്ല ബലം കാണും. ഈ ലിവറിന് നല്ല ബലം കാണും. ഇല്ലെങ്കിൽ മാത്രമേ നമ്മളിതിന് വാഷറിന് മാറുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. എങ്കിലും ഞാനിപ്പോൾ കാണിക്കാം എങ്ങനെയാണ് വാഷർ മാറുന്നതെന്ന്. അങ്ങനെ വാഷർ മാറണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യം വന്നാൽ മാത്രം ഇവിടെ അഴിക്കുക. മറന്നു പോകരുത്, നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലും ഇവിടെ 2-3 തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട്. ഏതെങ്കിലും എഞ്ചിൻ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. അതിനുശേഷം ഇപ്പോൾ നമ്മളിപ്പോൾ വാഷർ മാറുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് വെള്ളം കയറിപ്പോയി, ഒന്ന് തൂത്ത് തുടയ്ക്കണം, അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ മാത്രം ഇങ്ങനെ അഴിക്കുന്നു. ഇങ്ങനെ പിരിയാണ് അഴിച്ചെടുക്കാമെന്നുള്ളൂ. ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. കണ്ടോ, നമ്മൾ പറഞ്ഞ വാഷർ ഇതാണ്. ഇതിനിടയ്ക്ക് കിടപ്പുണ്ട്, ഈ പിസ്റ്റനിടയ്ക്ക് വാഷറുണ്ട്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് വേറെ ഒരെണ്ണം മാറണമെങ്കിൽ അതുപോലെ തന്നെ ഇങ്ങനെ ചുമ്മാ വികസിപ്പിച്ചിട്ട് അങ്ങോട്ട് ഇട്ടാൽ സ്പെയർ വാഷറുകളും തരുന്നുണ്ട്. ഈ മെഷീൻ വാങ്ങുന്ന കൂട്ടത്തിൽ തന്നെ വാഷറും അത്യാവശ്യം കുറച്ച് സ്പെയർ പാർട്സ് ഒക്കെ തരുന്നുണ്ട്. പിന്നെ ഒരു ഹാൻഡ് ബുക്ക് തരുന്നുണ്ട്. അതിനകത്ത് ഇത് ഉപയോഗിക്കുന്ന വിധവും ഇതിനെ കംപ്ലൈന്റ് വന്നാൽ കണ്ടുപിടിക്കുന്ന വിധവും നന്നാക്കേണ്ട വിധവും എല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രവർത്തനങ്ങൾ കാണിക്കുന്ന ഒരു CD തരുന്നുണ്ട്. അപ്പം സാധാരണ ഗതിയിലൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിച്ച് പോകാൻ പറ്റും. പിന്നെ പ്രധാന പ്രശ്നം നമുക്ക് അല്പം ക്ഷമ വേണമെന്നുള്ളതാണ്. 1 ദിവസം 2 ദിവസമൊക്കെ ചിലപ്പോൾ നമ്മൾ ഇതിന്റെ പുറകെ നിൽക്കേണ്ടി വരും. അതിന് നമുക്ക് ശരിയാവും. എല്ലാവർക്കും അല്ല, ചില പശുക്കളുണ്ട്. അപ്പൊ കണ്ടോ, ഇത് വെള്ളമൊക്കെ കയറി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തൂത്ത് തുടച്ച് ഒരു തുണി കൊണ്ട് തൂത്ത് തുടച്ച് അല്പം ഗ്രീസ് ഇടുക. ചെറിയ തൂത്ത് ഗ്രീസ് ഇട്ടിട്ട് അടച്ചാൽ ഇതാണ് പമ്പിന്റെ കേടുപാടുകൾ. ഇത്തരം കേടുപാടുകൾ ഈ പമ്പിന് വരാനുള്ളൂ. ആവശ്യമില്ല. പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, ഈ പമ്പിനകത്തേക്ക് വെള്ളവും പാലും ഒന്നും കയറേണ്ട കാര്യമില്ല, കയറരുത്. അഥവാ കയറിയാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അത് പരിഹരിക്കണം. എപ്പോഴും പമ്പ് നല്ല വൃത്തിയാക്കി വെച്ചേക്കണം. ഇതിനകത്ത് വെള്ളമൊന്നും വീഴാതെ തൂത്ത് തുടച്ചൊക്കെ വെക്കാമെങ്കിൽ തുരുമ്പൊന്നും കയറാതെ നല്ല ഭംഗിയായിട്ടിരിക്കും. എപ്പോഴും നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. ഇനി എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യമുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും. അതും കഴിഞ്ഞിട്ട് എത്ര കാലമായാലും എപ്പോഴായാലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഇവിടെ എന്നോട് വിളിച്ച് പറഞ്ഞ് ഞാനിവിടെ ഉണ്ടെന്ന് ഒരു ഉറപ്പുണ്ടാക്കിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നാൽ നന്നാക്കി തരും. അതിനൊരു കുഴപ്പമില്ല. സർവീസ് ചാർജ് ഒന്നും പ്രത്യേകമായിട്ട് വാങ്ങിക്കത്തില്ല. സ്പെയർ പാർട്സ് എന്തെങ്കിലും മാറിയാൽ മാത്രമേ പൈസ വാങ്ങിക്കത്തുള്ളൂ. സാർ എത്ര കാലമായി ഏജൻസി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്? ഇതിപ്പോ ഞാൻ 10 വർഷത്തോളമായി ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു. ഏകദേശം എത്ര ആൾക്കാർ ഏതാണ്ട് 2000 ആളുകൾ വാങ്ങിയിട്ടുണ്ട്. എനിക്കിത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുമായിട്ടൊരു മുൻപരിചയമുള്ള ഒരാളാണ്. ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് നേരത്തെ തന്നെ മിൽക്കിംഗ് മെഷീനെ പറ്റിയൊരു ധാരണയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇനി പറയാൻ പോകുന്നത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു പമ്പായിരുന്നു നമ്മളിപ്പോൾ പ്രവർത്തിപ്പിച്ചത്. ഇത് ഒരു വാക്വം പമ്പ് ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ കുറച്ചുകൂടെ എളുപ്പത്തില് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അന്നേരം നമ്മൾ പമ്പ് ഉപയോഗിക്കുന്നില്ല, പമ്പ് മാറ്റി വയ്ക്കുന്നു. അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് കറക്കം നടക്കും. മറ്റൊന്ന് സ്റ്റഡി ആയിട്ടുള്ള പ്രഷർ കിട്ടും. മൂന്നാമത്തെ കാര്യം കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും. കുറച്ചുകൂടെ ഈ വാക്വം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ പാത്രത്തിൽ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ടോപ്പപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതേസമയം കംപ്രസർ ആണെങ്കിൽ ഇതിനകത്ത് എപ്പോഴും ഒരു പെർമനന്റ് സ്റ്റോറേജ് ഉണ്ട്. ഇത് ഈ പാത്രം മുഴുവൻ വാക്കുവാണ്. അതിനുശേഷമാണ് പിന്നെയും വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് നല്ല സ്റ്റഡി പ്രഷർ കിട്ടും. ഞാനത് കാണിക്കാം, ആ കംപ്രസർ ഉപയോഗിക്കുന്ന രീതി കാണിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ കംപ്രസർ ഓൺ ചെയ്തു. കംപ്രസർ എത്തിന്റെ ഒരു സൈഡിൽ നമ്മുടെ സൗകര്യമായിട്ട് വെള്ളമൊന്നും നനയാത്ത രീതി വെച്ചിരിക്കുകയാണ്. ഓൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് താമസിക്കണ്ട, അപ്പൊ തന്നെ നമുക്കിത് കമ്പിലോട്ട് വയ്ക്കാം. അത് നോക്കിയാൽ ഇപ്പൊ മനസ്സിലാവും. നേരത്തെ പോലെ ഒന്ന് കൈ ഇറക്കി കാണിച്ചാൽ അല്ലേ, ഇവിടെ ഇത്ര വെച്ചാൽ മതി. അതൊക്കെ തുറന്നു കൊടുക്കുന്നു. കണ്ടോ എന്ത് പറയുന്നു? പവർ അതിൽ കൊണ്ടുവന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതൊരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 1/2 മിനിറ്റ് പോലും ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഇവിടെ നല്ല പ്രഷർ കിട്ടിക്കഴിഞ്ഞു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ കുറച്ചുകൂടെ നല്ല പവർഫുൾ ആയിരിക്കും, ഫാസ്റ്റ് ആയിട്ട് കറവ് നടക്കും. ഇപ്പൊ നമ്മൾ വീണ്ടും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയും ഒന്ന് വലിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ 2-2.5 മിനിറ്റ് കൂടുതൽ ഇത് ഉപയോഗിക്കേണ്ട, അത് ഓൺ ചെയ്തിട്ടേക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ നമുക്ക് കറവ് ആവശ്യത്തിന് വാക്കുവാകും. നമുക്ക് കംപ്രസറിനെ ഓഫ് ചെയ്യാം. കംപ്രസർ ഇപ്പോൾ ഓഫ് ചെയ്തു, പക്ഷെ ഇവിടെ വാക്കു ആവശ്യത്തിനുണ്ട്. അതിന്റെ തെളിവാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പൊ കംപ്രസർ ഇല്ലല്ലോ. സാറിന്റെ വിരൽ ഒന്നുകൂടെ കാണിച്ചത് ഇപ്പൊ നോക്കി, വീണ്ടും ഇവിടെ ആവശ്യത്തിനുള്ള പ്രശ്നം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു 2.5 മിനിറ്റിൽ കൂടുതൽ ഇത് ഓടിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 ലിറ്റർ പാലൊക്കെ കിട്ടാനായിട്ട് ഒരു 3-4 മിനിറ്റിനകം പൂർത്തിയാവും, കറവ് പൂർത്തിയായിക്കോളും. ഇവിടെ ഈ ഉള്ള സ്റ്റോറേജ് വാക്കും കൊണ്ട് കാര്യം നടന്നോളും. അല്ലാതെ മുഴുവൻ സമയം നമ്മൾ ഓടിക്കേണ്ട എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം. അപ്പൊ വളരെ ചെറിയ തോതിലുള്ള കറണ്ട് ഇത് ചെലവാകും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാല് കുറയുമ്പോൾ ശബ്ദം ഉണ്ടാവും.
ഇങ്ങനെ ഒന്നാകുമ്പോൾ അടച്ചിട്ട് അതിന് നമുക്ക് കറവ കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ പാല് വരാൻ തടസ്സമുണ്ട്, ഇവിടെ വന്ന് നിൽക്കുകയാണ്, നമ്മൾ കാണാം ഒരു തുള്ളി പാൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അതായത് എയർ ബ്ലോക്കും ഉണ്ടാകും സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഇങ്ങനെ കണ്ടെങ്കിൽ മാത്രം, ചിലപ്പോഴേ സംഭവിക്കാറുള്ളൂ അങ്ങനെ കണ്ടെങ്കിൽ നമ്മൾ ഈ വാൽവ് അല്പം ഒന്ന് ഇടത്തോട്ട് തിരിച്ചിട്ട് അപ്പൊ തന്നെ മുറുക്കിയേക്കുക, ലൂസ് ആക്കിയിട്ട്. അതായത് എയർ അങ്ങോട്ട് കയറി ആ ബ്ലോക്ക് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഇവിടെ തരുന്ന ഹാൻഡ് ബുക്കിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒന്നും ഞാൻ കാണിച്ചു തരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ മാത്രം പിന്നെ നമുക്ക് ഇനി എടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ തന്നെ പഴയതുപോലെ തന്നെ ഇവിടെ മൂലി സാധനം.
ഡെമോൺസ്ട്രേഷനെ കണ്ടു. അതുപോലെ പ്രായോഗികമായിട്ട് ഇത് ഉപയോഗിക്കുന്ന കമ്പൾസർ ഉപയോഗിച്ചും അതുപോലെ ഹാൻഡ് പമ്പ് ഉപയോഗിച്ചും ഒക്കെ പ്രവർത്തിപ്പിക്കുന്നത് കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ചില ആളുകൾക്ക് ഇനിയും ചില സംശയങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചോദിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ചോര വരുമോ എന്ന് സംശയിക്കുന്നു. വാസ്തവത്തിൽ അതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ലാന്ന് ഇതിനകത്ത് തന്നെ നമുക്ക് ബോധ്യമായി കഴിഞ്ഞു. പക്ഷെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് ഈ എല്ലാ മുലക്കാമ്പിനും ഈ കപ്പ് ചേരുമോ എന്നുള്ള സംശയം സാധാരണ പലർക്കും ഉള്ളതാണ്. ശരിയാണ്. ഒന്നിലധികം പശുക്കളുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ 2 തരത്തിലുള്ള മുലക്കാമ്പായിരിക്കും. അപ്പോൾ അത് അതിന്റെ ആ ടീത്ത് കപ്പ്, അതായത് കാമ്പിലോട്ട് കയറ്റുന്ന ആ റബ്ബർ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ സാധാരണ ഇവിടെ തരുന്ന കപ്പ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മിക്കവാറും പശുക്കൾക്കല്ല ഇത് തന്നെ മതിയാവും. ഇതിങ്ങനെ വികസിച്ച് തരുന്നതാണ് കാമ്പ് ഇതിനകത്തോട്ട് കയറുന്നതനുസരിച്ചിട്ട്. ഇനി അതല്ല, ഇതും ശരിയാകാതെ വരുന്ന കേസുകളുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ള പശുക്കൾക്ക് വേണ്ടി ഈ കാമ്പ് മാറ്റിയിട്ട് ഈ ടീത്ത് കപ്പ് മാറ്റിയിട്ട് ഇതിനേക്കാൾ വാവട്ടം കൂടിയത് വലുതിടാൻ പറ്റും. ഇതിങ്ങനെ ഇത്രയും ജോലിയുള്ളൂ. ഇത് കണ്ട എൻ്റെ വ്യത്യാസം മനസ്സിലാവും. വലിയ കാമ്പാണെങ്കിൽ ഇതിനകത്ത് കയറിപ്പോകും. അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ കറവ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മുലക്കാമ്പിന്റെ പ്രശ്നം, അവരുടെ വണ്ണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പരിഹരിച്ചു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഞങ്ങളെ ഏത് സമയത്തും ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ വഴി എപ്പോഴും ബന്ധപ്പെടാം. ഞങ്ങളുടെ നമ്പർ താഴെ കാണിക്കുന്നുണ്ട്, ഞങ്ങളുടെ അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. എപ്പോഴും ഞങ്ങളുടെ സർവീസ് ഉണ്ടാവും. എപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഈ കാര്യത്തിൽ. ഞങ്ങളെ ബന്ധപ്പെടാം. ഞങ്ങൾ ആവശ്യമായ സർവീസ് ഇവിടുന്ന് കിട്ടും, സ്പെയർ പാർട്സ് കിട്ടും. എല്ലാ സഹകരണത്തിനും എല്ലാവരോടും നന്ദിയുണ്ട്. ഞങ്ങളെ ഒരുപാട് പേര് ഈ കാര്യത്തിൽ ഫീൽഡിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഞങ്ങൾ സഹായിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അനേകരുടെ പറ്റി ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇത് സപ്ലൈ ചെയ്യുന്ന ആള് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു മാനുഫാക്ചറർ ഉണ്ട്. അദ്ദേഹം കോതമംഗലത്തുള്ള വിദ്യാർത്ഥി ഇൻഡസ്ട്രീസ് ആണ്. അവരോടും ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടെ